നാളത്തെ പിണക്കം മാറ്റി NSS വേദിയിലേക്ക് രമേശ് ചെന്നിത്തല. മന്നം ജയന്തി സമ്മേളനം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെ മറികടന്ന് രമേശ് ചെന്നിത്തലയെ ഉദ്ഘാടകനായി ക്ഷണിച്ചത് ചർച്ചയായിരുന്നു. UDF-ൽ നിന്ന് തന്നെയുള്ള കോട്ടയം MP ഫ്രാൻസിസ് ജോർജിനെ മുഖ്യപ്രഭാഷകനായി ക്ഷണിച്ചതും NSS-ന്റെ രാഷ്ട്രീയ സൂചനകളാണെന്നാണ് ചർച്ചകൾ ഉയർന്നിരുന്നു. നേരത്തെ തന്നെ ജി ശ്രീജിത്ത് ചേരും വിവരങ്ങളുമായി ഉടൻ തന്നെ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഏറെ നാളുകൾക്ക് ശേഷമാണ് NSS വേദിയിലേക്ക് രമേശ് ചെന്നിത്തല എത്തുന്നത്. എത്തുന്നതിന് ഒരുപാട് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഏറ്റവും പ്രധാനമായി കോൺഗ്രസ് പുനഃസംഘടനയും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ വരാനിരിക്കുന്ന സാഹചര്യത്തിലാണ് ചെന്നിത്തലയ്ക്ക് NSS-ന്റെ ക്ഷണം എന്നത് ഏറെ ശ്രദ്ധേയമാണ്. ഒരുപക്ഷേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലെത്തുകയാണെങ്കിൽ ചെന്നിത്തല തന്നെ മുഖ്യമന്ത്രിയാകണം, അല്ലെങ്കിൽ ചെന്നിത്തല തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തണം എന്നുള്ളൊരാഗ്രഹം NSS ഇതിലൂടെ പരോക്ഷമായി പ്രകടിപ്പിക്കുകയാണോ എന്ന് നമുക്ക് സംശയം തോന്നിയാലും തെറ്റില്ല. ജി ശ്രീജിത്ത് ചേരുന്ന വിവരങ്ങളുമായി. ജി ശ്രീജിത്ത്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ കോൺഗ്രസിന്റെ പുനഃസംഘടനയും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ വരാനിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ചെന്നിത്തലയ്ക്ക് NSS-ന്റെ ക്ഷണം എന്നത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ മന്നം ജയന്തി പോലെയുള്ളൊരു ഏറ്റവും പ്രധാനപ്പെട്ട NSS-ന്റെ ഒരു പരിപാടികളിൽ മറ്റു നേതാക്കളെ ഒന്നും മറ്റു രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കളെ ക്ഷണിക്കാത്തത് ഏറെ ശ്രദ്ധേയമാണ്. ആ വേദിയിലേക്ക് പ്രധാനമായും കോൺഗ്രസിന് തന്നെ രമേശ് ചെന്നിത്തല എത്തുമ്പോൾ സമദൂരം എന്നുള്ള എപ്പോഴും ആവർത്തിക്കുന്ന ആ നിലപാടിൽ മാറ്റം വരികയാണോ, അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് ചായ്വ് അവിടെ വ്യക്തമാവുകയാണോ NSS-ന്റെ? എന്ത് മനസ്സിലാക്കണം നമ്മൾ? ഭവ്യ, അങ്ങനൊരു കോൺഗ്രസ് ചായ്വ് എന്ന് പരിപൂർണമായി നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഒരു രാഷ്ട്രീയ സൂചനകൾ നൽകുന്ന രീതിയിലുള്ള പല സംഭവങ്ങളും NSS-ന്റെ മന്നം ജയന്തി സമ്മേളനത്തിൽ ഉണ്ടാകാറുണ്ട്. നേരത്തെ ശശി തരൂരിനെ കൊണ്ടുവന്നതും അങ്ങനെ ഒരു രാഷ്ട്രീയ നീക്കമാണ്. ഒരുപക്ഷെ കോൺഗ്രസിന്റെ ഉൾപാർട്ടി രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ട ഒരു നീക്കം എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്കറിയാം, കോൺഗ്രസിൽ ഒന്നാമനാകാൻ പലരും ശ്രമം നടത്തുന്നുണ്ട്. അവിടെ NSS-ന്റെ ഒരു ചായ്വ് രമേശ് ചെന്നിത്തലയോടാണ് എന്ന സൂചനകൾ ഇപ്പോൾ ഒരു പക്ഷേ ഈ ഒരു വേദി നൽകുന്നതോടുകൂടി കണക്കാക്കേണ്ടി വരും. പ്രത്യേകിച്ച് വർഷങ്ങളായി രമേശ് ചെന്നിത്തലയും NSS-ഉം തമ്മിൽ അല്പം പിണക്കത്തിലായിരുന്നു. പ്രത്യേകിച്ച് ആഭ്യന്തര മന്ത്രി രമേശ് ചെന്നിത്തല ആക്കാൻ വേണ്ടി NSS നടത്തിയ നീക്കങ്ങളെല്ലാം വളരെ ചർച്ചയായതാണ്. അതിന് പിന്നാലെ ഒരല്പം അകലമുണ്ടായിരുന്നു. പിന്നീട് ശശി തരൂരിനെ ഫലത്തിൽ മന്നം ജയന്തി ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവരെ അതിന് മറികടന്നുകൊണ്ട് രമേശ് ചെന്നിത്തലയെ ക്ഷണിക്കുന്നു. നേരത്തെ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്തും അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നില്ല. അങ്ങനെയൊക്കെയുള്ള പല രാഷ്ട്രീയ നീക്കങ്ങളുമുണ്ട്. എന്തായാലും 1.5 വർഷത്തിന് ശേഷം സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ രമേശ് ചെന്നിത്തലയെ പിണക്കമെല്ലാം മറികടന്നുകൊണ്ട് NSS ആസ്ഥാനത്തേക്ക് ഈ പരിപാടിയുടെ ഉദ്ഘാടകനായി ക്ഷണിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ മന്നം ജയന്തി സമ്മേളനം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ഞാനിപ്പോൾ ഉള്ളത് NSS ആസ്ഥാനത്താണ്. ഇവിടെ നിരവധി നേതാക്കളും പ്രവർത്തകരും ഒക്കെ തന്നെ രാവിലെ മുതൽ എത്താൻ തുടങ്ങിയിരുന്നു. വിവിധ കോൺഗ്രസിന്റെയും BJP-യുടെയും ഒക്കെ നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. UDF കൺവീനർ MM ഹസൻ ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ടായിരുന്നു. തൊട്ടിപ്പുറത്ത് ഈ കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ രാവിലെ എത്തി. എന്തായാലും രമേശ് ചെന്നിത്തല എത്തിയിരിക്കും. 11 വർഷങ്ങൾക്ക് ശേഷമാണല്ലോ. അല്ല, എന്നാലും അത് ഇപ്പൊ എന്ത് പറഞ്ഞു? സെക്രട്ടറി എന്ത് പറഞ്ഞു? എന്തായാലും NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരെ കാണുന്നതിന് വേണ്ടി അദ്ദേഹം ഗസ്റ്റ് ഹൗസിലേക്ക് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. UDF-ന്റെ കോൺഗ്രസിന്റെ ഒക്കെ ഒരു പറ്റം നേതാക്കളുണ്ട്. ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെയുള്ളവരും രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം നടന്നു നീങ്ങുന്ന കാഴ്ച നമുക്ക് കാണാം. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി ഉൾപ്പെടെയുള്ളവരും അദ്ദേഹത്തിനൊപ്പം അങ്ങോട്ടേക്ക് നടന്ന് നീങ്ങുന്നുണ്ട്. നേരത്തെ K സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ വന്ന് പോയിരുന്നു. എന്തായാലും NK പ്രേമേന്ദ്രൻ MP ഉൾപ്പെടെയുള്ളവർ ഈ ഗസ്റ്റ് ഹൌസിനുള്ളിൽ തന്നെയുണ്ട്. അങ്ങനെ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഈ NSS ആസ്ഥാനത്ത് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ രമേശ് ചെന്നിത്തലയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെയുള്ള നേതാക്കൾ, T സിദ്ദിഖ്, അങ്ങനെ നിരവധി നേതാക്കൾ, PC വിശ്വനാഥ് ഉൾപ്പെടെ കോൺഗ്രസിന്റെ വലിയൊരു നേതൃനിര തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. BJP-യെ സംബന്ധിച്ച് സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ, മുൻ അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ, PK കൃഷ്ണദാസ് ഉൾപ്പെടെ AN രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കളും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഒരുപക്ഷെ എടുത്തു പറയാൻ കഴിയുക കേരള കോൺഗ്രസ് എമ്മിന്റെ സാന്നിധ്യമാണ്. ജോസ് കെ മാണി അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരും. മറ്റ് MLA
നാരായണനും ഒപ്പം തന്നെ ജോബ് മൈക്കിൾ, ചങ്ങനാശ്ശേരി MLA ജോബ് മൈക്കിൾ ഉൾപ്പെടെയുള്ളവരുമുണ്ട്. എന്തായാലും ഇപ്പോൾ ഗസ്റ്റ് ഹൌസിനുള്ളിൽ രമേശ് ചെന്നിത്തലയും ജി സുകുമാരൻ നായരും തമ്മിൽ കാണുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ്. ഒരുപക്ഷെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ചയാണ്. എന്തായാലും അല്പസമയം മുൻപ് അദ്ദേഹം ഗസ്റ്റ് ഹൌസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വഴി നമ്മൾ ചോദിച്ചപ്പോൾ എല്ലാം അവിടെ പറയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് രമേശ് ചെന്നിത്തല മറ്റൊന്നും പറയാതെ സുകുമാരൻ നായരെ കാണുന്നതിന് വേണ്ടി ഉള്ളിലേക്ക് കയറിപ്പോകുന്ന കാഴ്ചയാണ് കണ്ടത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഇരുവരും ഒരുമിച്ച് മറ്റ് നായക സഭാംഗങ്ങളെല്ലാം ചേർന്നുകൊണ്ട് മന്നം സമാധിയിലേക്ക് എത്തിച്ചേരും. അവിടെ പുഷ്പാർച്ചന നടത്തും. ഈ പുഷ്പാർച്ചന പൂർത്തിയായ ശേഷമാണ് മന്നം ജയന്തി സമ്മേളനം ഉണ്ടാകുക. ഭവ്യ, അതാണ് എന്തായാലും കോൺഗ്രസിന്റെ സുപ്രധാന സ്ഥാനത്തേക്ക് ചെന്നിത്തല എത്തണമോ എന്നാണോ NSSന്റെ ആഗ്രഹമെന്നൊക്കെ നമുക്ക് സംശയം തോന്നിപ്പോകും. കാരണം അത്രമാത്രം വലിയ സ്വാഗതമായിരുന്നു അദ്ദേഹത്തിന് നടത്തിയത്. എന്തായാലും കഴിഞ്ഞ 2 ദിവസം മുൻപ് നമ്മൾ കണ്ടതാണ് വൈക്കത്ത് നടന്ന SNDPയുടെ ശിവഗിരി തീർത്ഥാടന പരിപാടിയിലും ചെന്നിത്തല മുഖ്യാതിഥിയായിരുന്നു. SNDPയും ഇപ്പോൾ ഇതാ NSSും ചെന്നിത്തലയെ പരസ്യമായി പിന്തുണയ്ക്കുന്നത് എങ്ങനെയാണ് സതീശനടക്കമുള്ള കോൺഗ്രസ് ക്യാമ്പുകൾ നോക്കിക്കാണുന്നത് എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും.